ഹലോ ഗൈസ്, ഒത്തിരി ചർച്ചകൾക്കും പ്ലാനുകൾക്കും ഒടുവിൽ ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവുകയാണ്. ഇതാണ് വാളക്കുളം ഫാമിലി. ഏട്ടൻ്റെ ഫാമിലിയാണ്, ഇപ്പം എൻ്റെയും. ഈ യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബസ്സിലുള്ള എല്ലാവരും ഒരൊറ്റ ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുട്ടിച്ചൻ. കുട്ടിച്ചൻ പ്രത്യേകം ചോദിക്കുന്നുണ്ട് എന്നെ കിട്ടിയില്ല എന്നൊക്കെ. രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഡാൻസ് മോഡലാവും. അതിൽ പിന്നെ കുട്ടികളൊന്നും പ്രായമായവരൊന്നും ഉണ്ടാവില്ല. സത്യത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ട്രിപ്പ് സെറ്റായത്. എല്ലായ്പ്പോഴും ചർച്ചകളും ആഗ്രഹങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അത് നടപ്പിലായത് ഇപ്പോഴാണ്. അല്ലെങ്കിലും എന്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് ഇതാണ്. ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ടേ ദേവ് ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വരാൻ വേണ്ടിയുള്ള ദേവ് നേരത്തെ കാലത്ത് എണീറ്റ് റെഡിയായി ഫുൾ എനർജിയിലാണ്. ഇടയ്ക്കൊക്കെ ഓരോ തമാശയും കളിച്ചിരികളുമായി ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ബ്ലോക്കുകളൊന്നും അറിയാതെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. കൂടെ ഒരു വൈബ് ഫാമിലി ഉണ്ടാകുമ്പോൾ പിന്നെ ചില തടസ്സങ്ങളൊന്നും ഒരു തടസ്സമേ ആവില്ലല്ലോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ ഒരു സാധനമാണ് എന്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ദേ ഈ പച്ച പുതച്ച് കിടക്കുന്ന സ്ഥലങ്ങളും വഴികളും കണ്ടപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് എവിടെയാണെന്ന്. അതെ, നമ്മുടെ സ്വന്തം വയനാട്. പ്രകൃതി ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് വയനാട്. എന്റെയും എവർ ടൈം ഫേവറേറ്റ് പ്ലേസ് ആണ് വയനാട്. നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരോടൊപ്പം ഈ ചുരം കയറുന്ന ഫീല് അതൊന്നും വേറെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ യാത്ര തുടങ്ങിയപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ ഇല്ല. ആ ഒരു മിസ്സിങ് കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ 1 മുതൽ 5 വരെയുള്ള ഹെയർ പിൻസ് വളരെ സുഖമായി കയറിപ്പോയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഹെയർ പിന്നും അത്യാവശ്യം ബ്ലോക്ക് കിട്ടി തന്നെയാണ് കയറിപ്പോയത്. മുകളിൽ എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു രക്ഷയുമില്ലായിരുന്നു. മേഘങ്ങളെ തൊട്ടു തലോടിയിരിക്കുന്ന മലനിരകളും കോട നിറഞ്ഞ ആകാശം കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. ഈ കാഴ്ചകൾക്കൊപ്പം ബസ്സിലെ അടിപൊളി പാട്ട്. ശരിയല്ലേ? പിന്നെ ലക്കിടി എത്തിയപ്പോൾ കരിന്തണ്ടന്റെ സ്റ്റാച്ചുവിന്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും മുന്നോട്ട് പോയപ്പോഴേക്കും ഏട്ടനും ഞങ്ങളുടെ കൂടെ കൂടി. ഏട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ലക്കിടിയിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഏട്ടനും ജോയിൻ ചെയ്ത് ഞങ്ങൾ നേരെ പോയത് പൂക്കോട്ട് ലേക്കിലേക്കാണ്. ടിക്കറ്റ് എടുത്ത് കയറിയപ്പോഴേക്കും പിള്ളേരെല്ലാം നേരെ പോയത് വിശാലമായ പ്ലേ ഏരിയയിലേക്കാണ്. എല്ലാ സ്ലൈഡേഴ്സും സ്വിങ്ങും എക്സ്പ്ലോർ ചെയ്യണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവിടെ ചുറ്റിയടിച്ച് നടന്നപ്പോഴാണ് ചിലരൊക്കെ ഫിഷ് സ്പാ ചെയ്യുന്നത് കണ്ടത്. എന്നാൽ പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാനും മനുമോളും ദൈവം ഇറങ്ങി. ഞങ്ങൾക്ക് എന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാനൊരു ഫിഷ് സ്പാ ചെയ്യുന്നത്. 10 മിനിറ്റിന് 50 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ കാലിലിട്ട നെയിൽ പോളിഷ് മീനെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സമയവും തീർന്നു. പിന്നെ എല്ലാവരും ചേർന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു. അവിടുത്തെ വിശേഷങ്ങളായി 2ാമത്തെ പാർട്ടിൽ കാണാമേ.